ഇറാനെ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒടുവിൽ അതേ ഇറാന്റെ നിബന്ധനകൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്നിരിക്കുന്നു. അതും തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലിനെ പോലും അറിയിക്കാതെ. ലോകം മുഴുവൻ വലിയൊരു ഭീതിയോടെ ഉറ്റുനോക്കിയിരുന്ന, ഏതു നിമിഷവും ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാവുന്ന ആ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു വിരാമമായിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ വാർത്തയായിട്ട് തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ നടന്ന നയതന്ത്ര നീക്കങ്ങളും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടായ വലിയ മാറ്റങ്ങളും നമ്മെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത്രയും കാലം അമേരിക്ക എന്താണോ പറഞ്ഞിരുന്നത് അതിൽ നിന്നൊക്കെ അവർക്ക് പൂർണ്ണമായിട്ട് പിന്നോട്ട് പോകേണ്ടി വന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സത്യം. ഈ വെടിനിർത്തൽ വെറുമൊരു സമാധാന കരാറല്ല, മറിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വലിയൊരു പരാജയവും ഇറാന്റെ ചരിത്രപരമായിട്ടുള്ള വിജയവുമായിട്ടാണ് ലോകം ഇതിനെ നോക്കിക്കാണുന്നത്. ഹോർമുസ് കടലിടുക്ക് അഥവാ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കപ്പൽ ഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുക്കാം എന്ന ഇറാന്റെ ഒരൊറ്റ വ്യവസ്ഥയിലാണ് ഈ സമാധാന കരാർ ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ സിംഹഭാഗവും നടക്കുന്ന ഈ കടലിടുക്ക് അടച്ചിട്ടാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ എത്രത്തോളം ബാധിക്കുമെന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ തീരുമാനത്തിന് മുന്നിൽ അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വരികയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നടത്തിക്കൊണ്ടിരുന്ന വലിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും അവരുടെ താവളങ്ങൾ ഒന്നൊഴിയാതെ തകർക്കും എന്നായിരുന്നു അവരുടെ ഭീഷണി. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ വലിയ പ്രഖ്യാപനങ്ങൾക്ക് മുമ്പിൽ പതറാതെ നിന്ന ഇറാന്റെ മുന്നിൽ അവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റുകയായിരുന്നു. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഏറ്റവും വലിയ പരാജയമായിട്ട് ഈ വെടിനിർത്തൽ മാറുന്നത് അവിടെയാണ്. സ്വന്തം ജനതയോട് വലിയ വാഗ്ദാനങ്ങൾ നൽകി യുദ്ധത്തിനിറങ്ങിയ ഇവർക്ക് ഒടുവിൽ ഇറാന്റെ നിബന്ധനകൾ അതേപടി അംഗീകരിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് അവർക്ക് വലിയൊരു നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രഖ്യാപനം വന്നതോടെ ഇറാന്റെ തെരുവുകളിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളോളം ബോംബ് ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും നടുവിൽ ജീവിച്ചിരുന്ന സാധാരണ ജനങ്ങൾ വലിയ ആശ്വാസത്തോടെയാണ് ഈ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തത്. ഉറക്കമില്ലാതെ ഭയത്തോടെ കഴിഞ്ഞിരുന്ന ജനങ്ങൾ ഈ വിജയ വാർത്തയറിഞ്ഞ് തെരുവിലിറങ്ങി തങ്ങളുടെ സർക്കാരിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിജയം ആഘോഷിക്കുകയാണ്. തങ്ങളുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയോട് മുട്ടുകുത്തിയില്ല എന്ന അഭിമാനമാണ് ആ ജനതയുടെ മുഖത്ത് കാണാൻ കഴിയുന്നത്. ഉപരോധങ്ങളും ആക്രമണങ്ങളും അവരുടെ നിത്യജീവിതത്തെ വല്ലാതെ ബാധിച്ചിരുന്നുവെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ അവർ തങ്ങളുടെ രാജ്യത്തിനും ഭരണകൂടത്തിനുമൊപ്പം ഉറച്ചു നിന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സമാധാന കരാറിനെ കുറിച്ച് ഇസ്രായേലിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ള ഇസ്രായേലിനെ പോലും അറിയിക്കാതെയാണ് അമേരിക്ക ഈ തീരുമാനം എടുത്തതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇസ്രായേലിനെ ഈ ചർച്ചകളിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അവർ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഈ സമാധാന ചർച്ചകൾ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് അമേരിക്ക ഈ നിർണായക തീരുമാനം എടുത്തത്. വിവരം അറിഞ്ഞപ്പോൾ മുതൽ ഇസ്രായേൽ വലിയ അതൃപ്തിയിലാണ് ഉള്ളത്. തങ്ങളെ അമേരിക്ക വഞ്ചിച്ചു എന്ന തോന്നല് ഇപ്പോൾ ശരിക്കും ഇസ്രായേലിനുണ്ട്. ഇനി ഈ സമാധാന ചർച്ചകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പാകിസ്ഥാൻ എന്നാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇടപെടലായിരുന്നു അത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഈ വെടിനിർത്തൽ ചർച്ചകൾക്ക് മുൻകൈ എടുത്തത്. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇതിന്റെ ഭാഗമായിട്ട് വരാനിരിക്കുന്ന വെള്ളിയാഴ്ച പാകിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ വെച്ചിട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒഫീഷ്യലായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാൻ പോവുകയാണ്. വർഷങ്ങളായിട്ട് ശത്രുതയിൽ കഴിയുന്ന 2 രാജ്യങ്ങളെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്താൻ പാകിസ്ഥാന് കഴിഞ്ഞു എന്നത് അവരുടെ നയതന്ത്ര വിജയമായിട്ട് വേണം കാണാൻ. ഈ വെടിനിർത്തലിനെ തയ്യാറാകുന്നതിന് മുമ്പ് ഇറാൻ വളരെ കൃത്യമായിട്ടുള്ള 10 നിബന്ധനകൾ അമേരിക്ക മുന്നിൽ വെച്ചിരുന്നു. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ സമാധാനമുള്ളൂ എന്ന് ഇറാൻ തീർത്തു പറഞ്ഞിരുന്നു.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങൾക്ക് നേരെയുള്ള എല്ലാ സൈനിക ആക്രമണങ്ങളും അമേരിക്കയും ഇസ്രായേലും എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം എന്നതായിരുന്നു. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഇറാന്റെ മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ചിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം. ഇതുകൂടാതെ മറ്റൊരു പ്രധാന ആവശ്യം കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. ഈ യുദ്ധത്തിൽ തകർന്ന ഇറാന്റെ പാലങ്ങളും കെട്ടിടങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പുനർനിർമ്മിക്കാൻ അമേരിക്ക നഷ്ടപരിഹാരം നൽകണം എന്നതായിരുന്നു അത്. ഈ നഷ്ടപരിഹാരം ഈടാക്കാൻ ഇറാൻ കണ്ടെത്തിയ വഴിയാണ് ഏറ്റവും വിചിത്രവും എന്നാൽ വളരെ ബുദ്ധിപരവുമായിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്. ഹോർമുസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കാം എന്ന് ഇറാൻ സമ്മതിച്ചു എങ്കിലും ഇനി മുതൽ ആ വഴി കടന്നു പോകുന്ന ഓരോ കപ്പലിൽ നിന്നും $2 മില്യൺ ഫീസായിട്ട് ഈടാക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദിവസേന നൂറുകണക്കിന് എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്ന ഒരു പാതയാണിത്. ഓരോ കപ്പലിൽ നിന്നും ഇത്രയും വലിയൊരു തുക ഫീസായിട്ട് വാങ്ങുമ്പോൾ ഇറാന് ലഭിക്കാൻ പോകുന്ന സാമ്പത്തിക നേട്ടം എത്ര വലുതായിരിക്കും? അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ബോംബാക്രമണങ്ങളിൽ തകർന്ന തങ്ങളുടെ രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനാണ് ഈ തുക ഉപയോഗിക്കാനാണ് ഇറാന്റെ പദ്ധതി. ഈ ഒരു ഒറ്റ തീരുമാനത്തിലൂടെ യുദ്ധത്തിൽ തങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്താൻ മാത്രമല്ല സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കാനും ഇറാന് സാധിക്കും എന്നുള്ളതാണ്. ഇറാൻ തങ്ങളുടെ നയതന്ത്ര വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ അമേരിക്കയുടെ ഉള്ളിലെ അവസ്ഥ വളരെ മോശമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ യുദ്ധ നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങളാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് ഹൗസിന് മുന്നിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഒത്തുകൂടി ശക്തമായിട്ട് പ്രതിഷേധിച്ചു. ട്രംപിനെ ഒരു യുദ്ധ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളാണ് അവരെ ഉയർത്തിയത്. സമാധാനം ആഗ്രഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള അമേരിക്കക്കാർക്ക് ഈ യുദ്ധത്തോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇതിനിടയിലാണ് വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നത്. വർഷങ്ങളായിട്ട് ഇറാൻ നേരിടുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അവിടെ സാധനങ്ങൾക്കെല്ലാം തീ വിലയാണ്. ജനങ്ങൾ ജീവിക്കാൻ വളരെ കഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം അവിടുത്തെ ഭരണകൂടത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് എന്നാണ് ലോകം കരുതിയിരുന്നത്. എന്നാൽ ഇറാനിൽ ബോധപൂർവം ഡോളർ ക്ഷാമം ഉണ്ടാക്കി അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചത് അമേരിക്ക തന്നെയാണ് എന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ അമേരിക്ക മനഃപൂർവ്വം നടത്തിയ വലിയൊരു ഗൂഢാലോചനയായിരുന്നു ഇത്. പണം കൊടുക്കാതെ ഒരു ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ഈ തന്ത്രം ലോകത്തിനു മുന്നിൽ അമേരിക്കയുടെ യഥാർത്ഥ മുഖം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് വെറും 2 ആഴ്ചത്തെ വെടിനിർത്തൽ മാത്രമാണ്. ഈ സമാധാനം എത്രത്തോളം നിലനിൽക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാലോ, അമേരിക്ക തങ്ങളെ ഒഴിവാക്കിയതിന്റെ ദേഷ്യത്തിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയാലോ ഈ സമാധാനം തകരുമെന്നുള്ളതാണ്. വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് എടുത്തെറിയപ്പെടും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ലോകം മുഴുവൻ വലിയ ആകാംക്ഷയോടെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്.